വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റബീസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരിട്ട ഏറ്റവും ആദ്യത്തെ ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ വെൻ ലൈറ്റ് റിഫ്ലക്റ്റ് അല്ലെങ്കിൽ പ്രകാശം പ്രതിപതിപ്പിക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രം 1 നിന്നും 2 വ്യത്യാസം എന്താണ്? അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതാ ഫിഗർ 1ഉം അതുപോലെ തന്നെ ഫിഗർ 2ഉം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ എന്താണ്? വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. ഇനി രണ്ടാമത്തേതിൽ അത്യാവശ്യം റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. ഇവിടെ രണ്ടിലും നടക്കുന്ന റിഫ്ലക്ഷൻ്റെ ആ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വന്ന് പതിക്കുന്നു. ആ ലൈറ്റ് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്? റെഗുലർ ആയിട്ടാണ്, അതായത് ക്രമമായിട്ടാണ് അത് തട്ടിത്തെറിച്ച് പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്? നമ്മുടെ ആ ഒരു സർഫസിൽ വന്ന് ലൈറ്റ് വന്ന് പതിച്ചാലും അത് ഇറഗുലർലി, അതായത് ക്രമരഹിതമായിട്ടാണ് തട്ടിത്തെറിച്ച് പോകുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനെയും നമ്മൾ 2 പേരുകൊണ്ടാണ് നമ്മൾ വിളിച്ചിരുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ക്രമപ്രതിപതനം അല്ലെങ്കിൽ എന്താണ് മക്കളെ? റെഗുലർ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയും. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താ കാണുന്നത്? ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തത് എന്തായിരുന്നു മക്കളെ? ഇവിടെ ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെൻ ലൈറ്റ് ഫോളോ ഓൺ എ മിറർ, സ്റ്റീൽ പ്ലേറ്റ്, സ്മൂത്ത് ഫ്ലോർ ടൈപ്പ് എറ്റ്സെട്ര, ഇറ്റ് ഈസ് റിഫ്ലക്ട് റെഗുലർലി. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്തായിരുന്നു മക്കളെ? വെൻ ലൈറ്റ് ഫോളോ ഓൺ എ റഫ് സർഫസ്, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇറഗുലർലി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? പതന കിരണവും പ്രതിപതന കിരണവും തിരിച്ചറിയുകയും എഴുതുകയും ചെയ്യുക. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു റിഫ്ലക്ഷൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറേ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ്ട് O ഉണ്ട്, അതുപോലെ തന്നെ A ഉണ്ട്, C ഉണ്ട്, B ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് മിസ് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 3 റേയും അതുപോലെ തന്നെ 2 ആംഗിൾസുമാണ്. അപ്പോൾ ഇത് 3 റേയിനെ പറ്റിയും അല്ലെങ്കിൽ 2 ആംഗിൾസിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? വന്ന് പതിക്കുന്ന രശ്മിയാണ് അല്ലെങ്കിൽ പതിക്കുന്ന കിരണമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് വന്ന് പതിക്കുന്ന കിരണം എന്ന് പറയുന്നത്? ഏതാണ്? നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, AO അല്ലേ? AO ആണ് എന്ത്? ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ നമ്മുടെ പതന കിരണം എന്ന് പറയുന്നത്. ഇനി പ്രതിപതന കിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? തട്ടിത്തെറിച്ചു പോകുന്ന അല്ലെങ്കിൽ പ്രതിപതിച്ച് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന കിരണമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് മക്കളെ? OB ആണ്. അതാണ് മിസ് വരച്ചത്. അതാണ് നമ്മുടെ റിഫ്ലക്റ്റർ റേ എന്ന് പറയുന്നത്. അപ്പം മിസ് എന്താണെങ്കിലും റിഫ്ലക്ഷൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന 3 റേയും 2 നമ്മുടെ ആംഗിളും ഒന്ന് വരച്ചു തരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിലാണ് ലൈറ്റ് വന്ന് തട്ടുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതന ബിന്ദു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഈ ഒരു പോയിന്റിലേക്ക് ഇതാ ലൈറ്റ് വന്ന് പതിക്കുന്നു. അങ്ങനെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ ഒരു കിരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പതന കിരണം. ഓക്കെ, പതന കിരണം അല്ലെങ്കിൽ പതന രശ്മി എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇൻസിഡന്റ് റേ എന്ന് നമ്മൾ പറയും. ഇനി ആ ഒരു പോയിന്റിൽ വന്ന് തട്ടിയാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് തട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. എന്താണ്? റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ 2 റേ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? യെസ്, നമ്മുടെ സ്വന്തം പതന കിരണവും അതുപോലെ തന്നെ റിഫ്ലക്റ്റർ റേ അല്ലെങ്കിൽ പ്രതിപതന കിരണവും. ഇത് രണ്ടും കൂടാതെ ഒരു റേ കൂടിയുണ്ട്. അതാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്. നോർമൽ റേ അല്ലെങ്കിൽ നമ്മുടെ ലംബം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തന്നെ നമുക്ക് എത്രയാണ്? 3 റേ അല്ലെങ്കിൽ 3 കിരണങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? 2 ആംഗിൾസ് ഏതൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ ആംഗിളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഇടയിലാണ് മക്കളെ? ആർക്കൊക്കെ ഇടയിലാണ്? യെസ്, നമ്മുടെ പതന കിരണത്തിനും ലംബത്തിനും ഇടയിലാണ് നമുക്ക് ഈ ഒരു ആംഗിൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതാ നമ്മുടെ നോർമലിനും അതുപോലെ തന്നെ റിഫ്ലക്റ്റർ റേക്കും ഇടയിലും ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്? ഒരു ആംഗിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ആംഗിളിന് മിസ് വേറെ കളർ കൊടുക്കുക അല്ലേ? യെസ്, ഇതാ ഈ ഒരു ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണെടാ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പ്രതിപതന കോൺ എന്ന് പറയും. പ്രതിപതന കോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ 2 ആംഗിൾസും നമ്മളിവിടെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ റേയുടെ പ്രത്യേകതയും അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ പ്രത്യേകതയും എന്താണ് എന്നാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എന്താണ്? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന 2 ആംഗിളും ഈക്വൽ ആണ് എന്നാണ് നമ്മുടെ പ്രതിപതന നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 റേയും സെയിം പ്ലെയിനിലായിരിക്കും എന്നാണ് രണ്ടാമത്തെ നമ്മുടെ ലോസ് ഓഫ് റിഫ്ലക്ഷന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ റിഫ്ലക്ഷനെ പറ്റി നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ മിസ് ഇവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. സമതല ദർപ്പണത്തിൽ പ്രതിബിംബം കാണപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഇതാ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മഴ എന്ന് എഴുതിയത് കാണാൻ പറ്റുന്നുണ്ട്. ഈ മഴ എന്ന് എഴുതിയത് നമ്മുടെ പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് കാണുന്നത് എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? വിശദമാക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ എങ്ങനെയാണ് മഴ എന്ന് എഴുതിയത്, അതിൻ്റെ ഇടം വലം തിരിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, നമ്മുടെ പ്ലെയിൻ മിററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇടതുഭാഗം വലതുഭാഗമായും വലതുഭാഗം ഇടതുഭാഗമായിട്ടും നമുക്ക് കാണുന്ന ആ ഒരു ഷിഫ്റ്റ് ഓഫ് ലാറ്ററൽ സൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാർശ്വിക വിപര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്ലെയിൻ മിററിൽ നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മുടെ ഇടത് കൈ പൊക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ണാടിയിൽ വലത് കൈ പൊങ്ങുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഷിഫ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ആംബുലൻസ് എന്ന് എഴുതിയത്. ആംബുലൻസ് എന്ന് എഴുതിയത് എപ്പോഴും എന്താണ്? നമുക്ക് നേരെ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് ഇടം വലം തിരിഞ്ഞിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അതേ ആംബുലൻസ് തന്നെ ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ മിററിൽ നോക്കുമ്പം നമുക്ക് ഇതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിൻ്റെ ചിത്രമാണ്. ഈ പെരിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പെരിസ്കോപ്പിൽ നിങ്ങളിവിടെ ഓർത്തിരിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ മിററാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന മിറർ എന്ന് പറയുന്നത് പ്ലെയിൻ മിററാണ്. അപ്പം നമുക്കറിയാം, ഇവിടെയാണ് നമ്മളിപ്പോൾ ഒരു റോസ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പൂ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഇവിടെയുള്ള ഒരാളെ നമുക്കിതാ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് നമ്മുടെ പെരിസ്കോപ്പിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? യെസ്, ഈ ഒരു കുട്ടിയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഇതാ ഇവിടെ വന്ന് തട്ടി, അതായത് ആദ്യത്തെ പ്ലെയിൻ മിററിൽ വന്ന് തട്ടി. ഇതൊക്കെ പ്ലെയിൻ മിറർ ആണ് കേട്ടോ. എന്നിട്ട് എന്താണ്? അവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ പ്ലെയിൻ മിററിൽ വന്ന് തട്ടണം. എന്നിട്ട് നമ്മുടെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തണം. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഒന്നാമത്തെ പ്ലെയിൻ മിറർ കറക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇതാ ഇവിടെ വന്ന് തട്ടി ഇതാ നമുക്ക് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് വെച്ചിരിക്കുന്ന രീതി എന്താണ്? അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് ഇവിടെ അല്ല ഈ ഒരു ആരോ മാർക്ക് വരേണ്ടത്. എങ്ങനെയാണ് വരേണ്ടത്? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ല. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? യെസ്, ഈ ഒരു ഭാഗമാണ്, ഇങ്ങനെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം നിങ്ങൾക്കിവിടെ വ്യക്തമാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രണ്ടാമത്തെ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? യെസ്, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഇതിൻ്റെ ഈ ഒരു ആരോ മാർക്ക്, ഈ ഒരു ഭാഗമാണ് നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ടത്.
ഓക്കെ, ആ ഒരു ലൈറ്റിന് വന്ന് തട്ടുന്ന രീതിയിലുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ല നമുക്കിവിടെ കാണുന്നത്. നേരെ മറിച്ച് എന്താണ്, നമുക്ക് ഈ ഒരു വര ആ ഒരു ഭാഗം അവിടെ തെറ്റായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ രണ്ടാമത്തെ പ്ലെയിൻ മിറർ വെച്ചാൽ നമുക്ക് ഒരിക്കലും എന്താണ് ഇവിടെ നമുക്ക് കാഴ്ച സാധ്യമാകില്ല. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആവർത്തന പ്രതിപതനം എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവിടെ ഒന്നിലധികം തവണ ഇവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ആദ്യം ഇതാണ്ട് നമ്മുടെ ഒന്നാമത്തെ പ്ലെയിൻ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ പ്ലെയിൻ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തിയാൽ മാത്രമേ കാഴ്ച കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് മിസ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, മാക്സിമം ഒന്നും കൂടി ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് സ്വന്തം ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.